മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിൽ ഒറ്റയ്ക്ക് നീങ്ങാൻ തീരുമാനിക്കുന്നു മുസ്ലിം ലീഗ്. സർക്കാർ പദ്ധതിക്ക് കാലതാമസം എടുക്കുമെന്നതാണ് ലീഗ് സംസ്ഥാന ഭാരവാഹി യോഗത്തിലെ വിലയിരുത്തൽ. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. അല്ല, പുനരധിവാസ പദ്ധതിയുമായി ലീഗ് മുന്നോട്ട് പോകും എന്നാണോ? ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 100 വീടുകളാണ് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് നീങ്ങാൻ നിലവിൽ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചേർന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹി യോഗത്തിലാണ് ഇത്തരമൊരു അഭിപ്രായം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിന് പ്രധാനമായും കാരണമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങളാണ്. ഒന്ന്, സർക്കാരിന് കൃത്യമായി സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ള വിലയിരുത്തലാണ് മുസ്ലിം ലീഗിനുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് കൂടി ഇതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ അത് കൂടുതൽ വൈകാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡ പ്രകാരം 1 സ്ക്വയർ ഫീറ്റിന് 1000 രൂപയാണ് ചിലവ് വരിക. അങ്ങനെ 1000 സ്ക്വയർ ഫീറ്റിന് 30 ലക്ഷത്തോളം രൂപ ചിലവ് വരും. ഇത്രത്തോളം ചിലവ് വരില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ സ്വന്തമായുള്ള കണക്കുകൂട്ടൽ. ഒരു 1000 സ്ക്വയർ ഫീറ്റിന് 20 ലക്ഷം രൂപ മാത്രമേ ചിലവ് വരൂ എന്നുള്ളതാണ് യോഗത്തിൽ ഉയർന്നു വരുന്ന ആവശ്യം. അങ്ങനെയെങ്കിൽ 100 വീടുകൾ നിർമ്മിക്കുമ്പോൾ വലിയൊരു സംഖ്യ സർക്കാരിനെ കൊണ്ട് ചേരുകയാണെങ്കിൽ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു മാനദണ്ഡം മാറ്റണം എന്നുള്ളതാണ് ലീഗിന്റെ ആവശ്യം. അങ്ങനെ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് നീങ്ങും. അതോടൊപ്പം തന്നെ യൂരാലുങ്കൽ സർവീസ് സൊസൈറ്റിക്കാണ് അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്നത്. ഇതും അഴിമതിയുടെ ഭാഗമാണ് എന്നുള്ള വിമർശനവും ഈ യോഗത്തിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും മുസ്ലിം ലീഗ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കൂടിയാലോചനയും ചർച്ചയും നടത്തും. മുസ്ലിം ലീഗിന്റെ ആവശ്യം അല്ലെങ്കിൽ ഈ മാനദണ്ഡം മാറ്റം വരുത്തണം എന്നുള്ളതാണ്. അങ്ങനെ മാറ്റം വരുത്തുകയാണെങ്കിൽ മുസ്ലിം ലീഗ് സർക്കാരുമായി ചേർന്നുകൊണ്ട് പുനരധിവാസത്തിന്റെ ഭാഗമാകും. അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് സ്വന്തം നിലക്ക് തന്നെ നീങ്ങുമെന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലാണ് ഇത്തരം ഒരു അഭിപ്രായം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. താങ്ക് യു. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.